സ്വാഗതം. സയന ടാരക്കാട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സെൽഫ് ഡിസ്കവറി, അതായത് സ്വയം നാം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു റീഡാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മൾ ചോദിക്കുന്നത് എന്ത് ഊർജ്ജമാണ് ഇപ്പോൾ എന്നെ നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് താങ്കളിപ്പോൾ എന്ത് ഊർജ്ജമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അത് എന്താണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ 3 കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ഊർജ്ജം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് 9 ഓഫ് സോഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. സോഡ് എന്ന് പറയുന്നത് ചിന്തയുടെ കാർഡാണ്. അതായത് മനസ്സിനുള്ളിൽ വരുന്ന ഒരുപാട് ചിന്തകളാണ്. 9 എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കുറേ ആങ്സൈറ്റി, ടെൻഷൻ ഇതുള്ള കാർഡുകളാണ്. ഈ കാർഡ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒരു വ്യക്തി മുഖം പൊത്തി കരയുന്ന ഒരു കാർഡാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് തലയ്ക്ക് മുകളിൽ ഒരുപാട് പക്ഷികൾ പറക്കുന്നുണ്ട്. അവരെ കൊത്തിപ്പറിക്കാനായിട്ട് ഒരാകെ ഏകയായിട്ടിരിക്കുകയാണ്, നമുക്ക് കണ്ടറിയാൻ പറ്റും. അതേസമയം അവർക്ക് മുകളിൽ ഒരു വെളുത്തൊരു പക്ഷിയുണ്ട്. അത് അവർ കാണുന്നുമില്ല. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ നയിക്കുന്ന എനർജി എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്. വളരെ ആകാംക്ഷ, ടെൻഷൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഇതിലാണ് പോകുന്നത്. നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതും സമാനമായ രീതിയിലൊരു കാർഡാണ്. അതായത് എങ്ങനെ നമുക്ക് ധനവും ജീവിതത്തിൻ്റെ ഇതും ഇതാക്കാമെന്നുള്ളത്, അതായത് വരുമാനവും ചിലവും തമ്മിൽ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ഒരു കയ്യിൽ നമുക്ക് ചിലവ്, ഒരു കയ്യിൽ നമുക്ക് വരുമാനം. ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഒരു നൃത്തം ചവിട്ടുന്ന ഒരു വ്യക്തിയുടെ കാർഡാണത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വറിനെയാണ് കാണിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. കിങ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ സോഡ് എന്ന് പറയുന്ന ഇൻ്റലക്റ്റിൻ്റെ കാർഡാണ്. ഇവിടെ നിങ്ങൾ കണ്ടറിയാൻ പറ്റും, നേരത്തെ കൊത്തിപ്പറിക്കാൻ വന്ന പക്ഷികളൊന്നും കാണാനില്ല. ഇപ്പോൾ ഒരു പക്ഷി ഇയാളുടെ മുകളിലിരിക്കുന്നുണ്ട്. അതിനർത്ഥം അയാൾ ആ പക്ഷീനെ ഡോമിനേറ്റ് ചെയ്തു. ഇവിടെ വേറൊരു പറന്നു പോകുന്നുണ്ട്. ഇവിടെ പലതരം പക്ഷികളിരിക്കുന്നത് കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തി അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ചിന്തിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അതും ഹയ്യസ്റ്റ് ഇതിൽ. അതായത് ഇവിടെ വികാരങ്ങളോ മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇവിടെ പാഷനാണ് പിന്നീടുള്ളത്. നമുക്ക് വേണ്ടത് ചിന്തയാണ്. അതായത് നന്നായിട്ടിരുന്ന് ആലോചിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് വരുംവരായികൾ എന്താണെന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇതാണ് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളെ യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.